നമ്മളടുത്ത ഇറാൻ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ 22-ാം ദിവസം പിന്നിടുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ലക്ഷ്യത്തിലേക്ക് അടുത്തെത്തിയിരിക്കുന്നു, ഒരു വെടിനിർത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല, യുദ്ധമല്ലാതെ തന്നെ അവസാനിച്ചേക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിലെ സഞ്ചാരപാത അത് സുഗമമാക്കാനും തുറക്കുന്നതിനുമായുള്ള തയ്യാറെടുപ്പുകൾ കൂടിയിട്ട് അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയിട്ട് വരുന്നുണ്ട്. അതിനായിട്ട് 3 യുദ്ധക്കപ്പലുകളും 4500ഓളം സൈനികരെ കൂടിയിട്ട് അങ്ങോട്ട് അയക്കുന്നു. അതോടൊപ്പം തന്നെ കരയാക്രമണം നടത്താനുള്ള നീക്കം കൂടി ട്രംപ് നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് ഇറാൻ്റെ തിരിച്ചടിയാണ്. അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഡീഗോ ഗാർഷിയയിലെ US UK സൈനിക താവളത്തിന് നേരെ നടത്തിയ ആക്രമണം, അതും ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ടുള്ള ആക്രമണം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് അമേരിക്കയുടെ F-35 ഇറാൻ വീഴ്ത്തിയതാണ്. ഇതോടൊപ്പം തന്നെ GCC രാജ്യങ്ങൾ കൂടിയിട്ട് ഇറാൻ്റെ ഡ്രോണുകൾ പതിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്, തുർക്കി, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്ക് ഞങ്ങളല്ല ഡ്രോണുകൾ അയക്കുന്നത്, അത് ഇസ്രായേൽ ആണെന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന് US എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയിട്ടാണ് ഞങ്ങൾ വിദേശ സഞ്ചാരികൾക്ക് നേരെ കൂടിയിട്ട് ആക്രമണം, അല്ലെ ടൂറിസ്റ്റുകൾക്ക് നേരെ കൂടിയിട്ട് ഞങ്ങൾ ആക്രമണം തുടർന്നേക്കാം, അല്ലെ അങ്ങനെ ഒരു ആക്രമണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് കൂടിയിട്ട് ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ജിമ്മി, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് ഇറാൻ്റെ ഈ തിരിച്ചടികളെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നു, ഡീഗോ ഗാർഷിയയിലെ ഈ ആക്രമണം, ഇറാൻ്റെ അമേരിക്കയുടെ F-35 ഇറാൻ വീഴ്ത്തുന്നതും അടക്കം. ഈ സത്യത്തിൽ ഈ കേരളത്തിലുള്ള ആളുകൾ യുദ്ധം വളരെ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം കഴിഞ്ഞു. 22 ദിവസമായി. ഒരു സാധാരണ പത്രങ്ങളിൽ പോലും വാർത്തയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇത് പോയി. പക്ഷേ സത്യത്തിൽ യുദ്ധം ഗൗരവമായി മാറിയിരിക്കുന്ന ഒരാഴ്ചയാണ് ഈ കടന്നു പോകുന്നത്. അതായത് യുദ്ധത്തിൻ്റെ കുന്തമുന ലോകത്തിൻ്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടും അതിനെ തകർക്കുന്നതിലേക്ക് മാറി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. അങ്ങനെ ഇരിക്കാൻ നമുക്കിതിന് താല്പര്യമില്ല. ഇന്നത്തെ ബ്രിട്ടനെ ആക്രമിക്കാൻ ഇറാൻ എടുത്ത തീരുമാനത്തിന് 24 മണിക്കൂറിൻ്റെ പോലും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതായത് ബ്രിട്ടൻ വളരെ സജീവമായി അമേരിക്കയെ സഹായിക്കാൻ തീരുമാനിക്കുന്നു, അവരുടെ ബേസുകളിൽ നിന്ന് ഇത് അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ഒരു ദിവസത്തിനുള്ളിൽ ഡീഗോ ഗാർഷിയയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പോവുകയാണ്. ഈ ഡീഗോ ഗാർഷിയ എവിടെയാണ്? ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതായത് ഇറാനിൽ നിന്ന് 4000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട്. ഇപ്പം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഈ ഇറാൻ ഇമാർക്ക് വേറെ പണിയൊന്നുമില്ല, ഇറാന് വേണ്ടി വിസിലടിക്കുന്ന സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് പലരെയും കളിയാക്കാറുണ്ട്. ഈ സത്യത്തിൽ അത് ചിലപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഇറാനോട് ഒരു മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഇറാനോട് ഉള്ളപ്പോൾ പോലും ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഐക്യദാർഢ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനാണ്. ഈ നോക്കുമ്പോൾ അവരുടെ മുഴുവൻ രാജ്യം ഞങ്ങൾ തവിടുപൊടിയാക്കി കഴിഞ്ഞ് ഇനി വല്ല ഡ്രോണോ വല്ലതും പൊത്തിനകത്ത് നിന്ന് ചാടി വന്ന് ഡ്രോൺ അയക്കുന്നതല്ല എന്ന് പറയുമ്പോൾ 4000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു ഇൻ്റർ ബാലിസ്റ്റിക് മിസൈൽ 2 പോയി, ഒന്ന് കടലിൽ വീണു ഡീഗോ ഗാർഷിയയ്ക്ക് അടുത്ത്, മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു നേവൽ ഷിപ്പ് ഇൻ്റർസെപ്റ്റ് ചെയ്തെന്ന് പറയാം, അവിടെ വരെ സാധനങ്ങൾ അയച്ചു. പക്ഷേ ഊർജ്ജ മേഖലയിലെ യുദ്ധം അതീവ ഗൗരവമായി മാറുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി നമ്മളിന്ന് കണ്ടു. കുവൈറ്റിലെ 2ാമത്തെ റിഫൈനറി ഇന്ന് രാവിലെ നിന്ന് കത്തുകയാണ്. പ്രശ്നം, നമുക്ക് ഗ്യാസ് കിട്ടാതായിട്ടും 20 ദിവസമായി. ഇത് തീരണ്ടേ? ഇപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷവും മറ്റുമൊക്കെ ആയിട്ട് പല കടകളും ഇപ്പോൾ തെക്കൻ കേരളത്തിൽ, വടക്കൻ കേരളത്തിലാണെങ്കിൽ അങ്ങനെ തുറക്കുന്നില്ല എന്ന് വെച്ചോ. പക്ഷേ ഇനി അങ്ങോട്ട് എന്താ ഇത് എവിടെയാണ് തീരാൻ പോകുന്നത്? നമ്മുടെ 1 or 2 കപ്പലുകൾ അവിടെ നിന്ന് കടത്തി വിടുന്നതുകൊണ്ട് പ്രശ്നം തീരാൻ പോകുന്നില്ല. ഇതിന് വില അതിഭീകരമാണ്. ഹോർമൂസ് കടലിലേക്ക് കടന്നു വരുന്ന ഓരോ കപ്പലും ഇൻഷുറൻസിൽ കൊടുക്കാൻ പോകുന്ന തുക അതിഭീകരമാണ്. നമുക്കിതുവരെ സൾഫറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വളം നമുക്കിങ്ങോട്ട് കടത്താൻ പറ്റുന്നില്ല. ഖാരിഫ് സീസൺ വരികയാണ്, കൃഷിക്ക് വളമിടണ്ടേ? ലോകം മുഴുവൻ, അത് ഏഷ്യയിലെ മുഴുവൻ മാത്രമല്ല, അമേരിക്കയിലെ കോൺ കർഷകർക്കും ഇവർക്കും എല്ലാം പ്രശ്നമാണ്, വളം എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ നിലനിൽക്കെ ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോവുകയും എന്തോ നടക്കുന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യക്ക് ചൂടടിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് പെഷസ്ക്യാനെ മോദി വിളിച്ചു. ഈദ് മുബാറക്ക് പറയാൻ ഭാഗ്യം, ഒരു ഈദ് മുബാറക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ പേര് വിളിക്കാം, അല്ലെങ്കിലും വിളിച്ചേ പറ്റൂ. ഇത് ഇപ്പോൾ വളരെ സീരിയസ് ആണ്. ആരെങ്കിലുമൊക്കെ വിളിച്ച് എങ്ങനെയെങ്കിലും കയ്യോ കാലോ പിടിച്ച്, അത് ട്രംപിൻ്റെ ആയാലും പെഷസ്ക്യാൻ്റെ ആയാലും നെതന്യാഹുവിൻ്റെ ആയാലും ഈ സാധനം നിർത്താതെ പറ്റില്ല. പക്ഷേ കുഴപ്പം, തുടങ്ങിപ്പോയവർക്ക് പോലും നിർത്താൻ പറ്റില്ല എന്നൊരവസ്ഥയാണ്. അതേസമയം ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധി ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഖത്തറിൻ്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്നെന്ന് പറഞ്ഞത് അടിയന്തരമായി യുദ്ധം നിർത്തണം എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം, ഒരാൾക്ക് മാത്രം എന്ന് പറഞ്ഞു. ഇസ്രായേലിനെയാണ് ഉദ്ദേശിച്ചത്. അത്ര വരെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. ഖത്തറിന് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്? ഇപ്പോൾ
സൗത്ത് പാസിലെ ഇറാൻ്റെ ഗ്യാസ് കേന്ദ്രം ലോകത്തിലെ ഏറ്റവും വലിയ വാതക പാടമാണ്. അവിടെ ഇസ്രായേൽ അടിക്കുമ്പോൾ ഖത്തറും ഇറാനും ഷെയർ ചെയ്യുന്ന വാതക പാടമാണ്. ഇപ്പുറത്ത് അവർക്കുമുണ്ട്. അപ്പോൾ തിരിച്ചടിക്കുമ്പോൾ ഇതേ പ്രശ്നം ഖത്തറിനും സംഭവിച്ചു. ഖത്തറിൻ്റെ എണ്ണപ്പാടം ഇരിക്കുന്ന മേഖല, അതായത് ഈ സൗത്ത് പാസിനോട് ഷെയർ ചെയ്ത് നിൽക്കുന്ന സ്ഥലം, അവിടെ ഏറ്റവും വലിയ റാസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വാതക പാടത്ത് 17% കട്ടായിപ്പോയത്, 17%. ഇത് തിരിച്ചു വരാൻ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് 3 മുതൽ 5 വർഷം വരെ എടുക്കുമെന്നാണ്. 17% എന്ന് പറഞ്ഞാൽ ഒരു വർഷം അവർ കണക്കാക്കുന്നത് $20 ബില്യൺ വാതകം തീർന്നു. ചില്ലറ കാര്യമാണോ? 20 ബില്യൺ എന്ന് പറഞ്ഞാൽ ആ തുക നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഖത്തർ എന്തുകൊണ്ടാണ് ഇതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത്? ഇസ്രായേൽ ഇവിടെ അടിക്കുമ്പോൾ ഖത്തറിനെ ആക്രമിക്കുന്നതിൻ്റെ പ്രത്യേകത, അൽ ഉദൈദ് എയർബേസ് എന്ന് പറയുന്നത് ഖത്തറിലാണ്. ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ എപ്പി സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഉദൈദ് എയർബേസാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ ആക്രമണം മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് തിരിച്ചെന്താ പറ്റിയത്? തിരിച്ച് അതുപോലെ തന്നെ അവർക്കൊരു തിരിച്ചടി കിട്ടുന്നു. അപ്പോൾ യുദ്ധം അമേരിക്ക നടത്തുന്നു, വളരെ വലിയ അത് ഇതുവരെ നടന്ന ചെറിയ ഡ്രോണുകളും മിസൈലുകളും ആക്രമിക്കുന്ന സിവിലിയന്മാരെയും കെട്ടിടങ്ങളെ ആക്രമിക്കുന്ന ഒരു വിഷയമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ വളരെ ഗൗരവമാകുകയും വളരെ കൃത്യമായി എന്താണ് പദ്ധതി എന്ന് ഇറാൻ മനസ്സിലാക്കി തന്നിരിക്കുകയുമാണ്. ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു. ഖത്തറിൻ്റെ എണ്ണപ്പാടങ്ങൾ 17% കട്ടായി. അതിനുശേഷം കുവൈറ്റിൽ അവർക്കൊരു അമേരിക്കയ്ക്ക് ഒരു എയർബേസ് ഉണ്ട്. അതുകൊണ്ടാണ് കുവൈറ്റിനെ ആക്രമിക്കുന്നത്. ഇനി കണക്കിലെടുത്താൽ ഭയങ്കര രസമാണ്. ഓരോ രാജ്യങ്ങൾക്കും ഉണ്ട് ഓരോ കഥ പറയാൻ. അതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം. ഇപ്പോൾ സൗദി അറേബ്യ, അത് പ്രിൻസ് സുൽത്താൻ എയർബേസ് ഉണ്ട്. അതുകൊണ്ട് എന്തു പറ്റി? റിയാദിൽ നിന്ന് കത്തി, അല്ലേ? റിയാദ് പോയി. യു എയിൽ അവരുടെ 2 ഗ്യാസ് പാടങ്ങളുണ്ട്, അത് രണ്ടും പോയി. ബഹ്റൈനിലാണ് അമേരിക്കയുടെ 5th ഫ്ലീറ്റ് സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, ബഹ്റൈൻ ഇപ്പോൾ ഫോഴ്സ് മജൂറെ പറഞ്ഞ് അവിടെ മൊത്തം സ്തംഭനമായിട്ട് പല കോൺട്രാക്റ്റുകളും അവർ പാലിക്കുന്നില്ല. കുവൈറ്റിലാണ് അരിഫ്ജാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ക്യാമ്പുള്ളത്, റിഫൈനറി പോയി. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഊർജ്ജ മേഖലയിൽ അവരുടെ കഞ്ഞിയിൽ മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ നിർത്തുന്നില്ല ഇൻ ദ സെൻസ് ഇറാൻ്റെ കയ്യിലുള്ള ആയുധശേഖരവും ഇറാൻ്റെ കയ്യിലുള്ള പട്ടാളക്കാരും അവരുടെ സന്നാഹങ്ങളും കുറയുന്നു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ നോക്കൂ, ഇന്ന് ബ്രിട്ടനെ അതൊരു സിംബോളിക് അറ്റാക്കാണ്. ഈ ഇത്രയും ദൂരം പറഞ്ഞു വരുന്ന ബാലിസ്റ്റിക് മിസൈൽ അടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമുണ്ട്. പക്ഷേ അവിടം വരെ എത്തിക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക? അമേരിക്കയ്ക്കും ഇസ്രായേലിലും കണക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ആയുധങ്ങളും ആയുധശേഖരങ്ങളും അതിൻ്റെ മേഖലയും, അതായത് ഡ്രോൺ എവിടെയെങ്കിലും വെച്ച് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത്, ഒരു മേക്ക് ഷിഫ്റ്റ് സ്ഥലത്ത് കൊണ്ടുവച്ച് നിങ്ങൾക്ക് അടിക്കാം. പക്ഷേ ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ നിങ്ങൾ അടിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് വലിയ സന്നാഹമല്ലേ? അതാണ് ഇന്ന് രാവിലെ അടിച്ചത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, ഒരു ഇസ്രായേൽ വിമാനം വെടിവെച്ചിട്ടിരിക്കുന്നു. F-35 വെടിവെച്ചിട്ടതിന് വേറൊരു വലിയ പ്രാധാന്യമുണ്ട്. ഒരു കാരണവശാലും റഡാറിൽ കാണാൻ പറ്റാത്ത വിമാനം എന്നുള്ളതാണ് F-35നെ കുറിച്ച് അതിൻ്റെ നിർമ്മാതാക്കൾ. അതെ, വിശേഷണം നമുക്ക്. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ഒരു ഡിഫൻസ് എക്സ്പെർട്ട് പറഞ്ഞാൽ ഇത് വളരെ ലളിതമായിരുന്നു. ഭയങ്കരമായിട്ട് ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വിമാനം, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള യുദ്ധവിമാനം. അപ്പോൾ ഹീറ്റ് സെൻസർ ചെയ്യുന്ന സെൻസറുകൾ വെച്ച്, മറ്റേ സ്റ്റിങ്ങർ മിസൈലുകൾ വെച്ചോ അങ്ങനെയുള്ള തുക്കട സാധനം വെച്ച് കൃത്യമായി അടിച്ചു, താഴെ പോയി. അപ്പോൾ ഈ 1000 കോടിയാണ് അതിൻ്റെ ലോസ്. അതെ, ഇത് വളരെ ചെറിയ മനുഷ്യരും ചെറിയ ആയുധങ്ങളും വെച്ച് തിരിച്ചടിക്കുകയാണ്. അപ്പോൾ കാൽക്കുലേഷൻസ് മുഴുവൻ പൊളിയാണ്. പ്രശ്നം അതല്ലെന്നേ, ഇറാൻ ജയിക്കുമോ അമേരിക്ക ജയിക്കുമോ, എത്ര നാൾ ഇറാൻ പിടിച്ചു നിൽക്കുമോ എന്നുള്ളതല്ല. ഊർജ്ജ മേഖലയിലെ ഉണ്ടാക്കിയിരിക്കുന്ന അപകടം ഞാൻ പറഞ്ഞില്ലേ, ഈ എണ്ണപ്പാടങ്ങൾ ഖത്തറിൽ, വാതകപ്പാടങ്ങൾ ഖത്തറിലേത് തിരിച്ചു വരാൻ 5 വർഷം എടുക്കും. ഒരു വർഷം $20 ബില്യൺ നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത് താങ്ങാൻ പറ്റില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രം താങ്ങാൻ പറ്റുന്നതിൻ്റെ മാത്രം പ്രശ്നമല്ല, ഊർജ്ജ മേഖലയിൽ മുഴുവൻ നിർമ്മാണം നിർത്തിപ്പോയാൽ, പ്രൊഡക്ഷൻ നിന്നാൽ, കയറ്റുമതി നിന്നാൽ ലോകം മുഴുവൻ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ചൈനയും പറഞ്ഞിട്ടുണ്ട് ഇത് അധികകാലം പോകാൻ പറ്റില്ല എന്ന്. ഇസ്രായേലോ അമേരിക്കയോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കുറച്ചുകൂടെ സ്വരം കടുക്കാനുള്ള സാധ്യത മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഈവൻ യൂറോപ്പ് പോലും ആവാം. റഷ്യയും ചൈനയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് യുദ്ധം വിസിലടിക്കാനും അത് പറയാനുമുള്ള മാത്രമല്ല, അത് നമ്മൾ ചെയ്യും. കാരണം വേറെ രീതിയിൽ ആ യുദ്ധത്തിനകത്ത് ഇറാൻ്റെ ഭാഗത്തൊരു മെറിറ്റുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ലോകത്തെ വലിയ അപകടത്തിലാക്കുന്ന ഒരു തരത്തിലുള്ള മുൻ ചിന്തയുമില്ലാതെ 2 ഭ്രാന്തൻ സൈന്യങ്ങളെ ഇറക്കിക്കൊണ്ടാണ് കളി നമ്മളെല്ലാവരുടെയും വയറ്റത്തടിച്ചിരിക്കുകയാണ്.
ഒരു കാരണവശാലും ഇറാനെ ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇറാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തെ പരസ്യമായി ആക്രമിച്ചിട്ടുണ്ടോ? അതേസമയം ഇസ്രായേലോ ഈ 2025 എത്ര രാജ്യങ്ങളെ ആക്രമിച്ചു? അതിന് വിസിലടിച്ച അമേരിക്ക. എന്താണ് ലോജിക്കുള്ളത്? അണുബോംബും മറ്റ് സാധനങ്ങളുള്ള 2 രാജ്യങ്ങൾ പറയാണ് അവന്മാർ ചിലപ്പോൾ നാളെ അണുവായുധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അടിക്കും. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. ഡിപ്ലോമസി ഏറ്റവും ശക്തമായി ഒരു പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുകയാണ്. ചിലപ്പോൾ ഇതൊരു അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഒരു പ്രശ്നം തീരാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയും വലുതാണ് പ്രശ്നം. അതെ നിഷാദ്, ഈ അമേരിക്കയുടെ ഒരു കാര്യം ഇതിൻ്റെ അടുത്ത് നോക്കണം. ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട് ലക്ഷ്യത്തോട് അടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഹോർമുസ് അടഞ്ഞെടുക്കുന്നു. അതാണ് ഒപ്പം തന്നെ ഇറാൻ്റെ എണ്ണ വാങ്ങുന്നതിന് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം കൂടിയിട്ട് അവർ മറ്റ് രാജ്യങ്ങൾക്ക് നീക്കി കൊടുക്കുന്നു. മൊത്തത്തിൽ അമേരിക്കയ്ക്ക് വലിയൊരു ക്ഷീണം തന്നെയല്ലേ ഇത്? അല്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു ഏറ്റവും പ്രധാനപ്പെട്ട തിയറി എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, അമേരിക്ക ഇസ്രായേലിൻ്റെ ലോബിങ്ങിന് കീഴ്പ്പെട്ട ഈ യുദ്ധത്തിലേക്ക് അനാവശ്യമായി ചെന്നുപെട്ടു എന്നുള്ളതാണ്. അമേരിക്കൻ പൊളിറ്റീഷ്യൻസോ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരോ മിലിറ്ററി ഒഫീഷ്യൽസോ ഒന്നും നമ്മളിപ്പോൾ യുദ്ധത്തിലേക്ക് പോകണം എന്ന അഭിപ്രായമുള്ളവരല്ല. ഇതേക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം, നമ്മൾ ഈ യുദ്ധം തുടങ്ങിയാൽ അടുത്ത 3ാമത്തെ ദിവസം മുതൽ സംഭവിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഓയിൽ എക്സ്പേർട്സുമായിട്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഒരു ഡിസ്കഷൻ നടത്തിയില്ല എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. കാരണം അതാണ് ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. എത്ര പതിറ്റാണ്ടുകളായി ഇറാൻ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അടുത്ത 30 ദിവസത്തേക്ക് ഇറാൻ്റെ എണ്ണ വിറ്റോട്ടെ എന്നതിലേക്ക് അമേരിക്ക എത്തുക ചെറിയ കാര്യമല്ല, ചെറിയ ഡെവലപ്മെൻ്റ് അല്ലാതെ. ഇറാനുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കെ ഇറാനെ സാമ്പത്തികമായി തളർത്തുക, ഉപരോധങ്ങളിലൂടെ ഇല്ലാതാക്കുക എന്ന ഒരു ലോങ് ടേം പ്ലാനിൽ അമേരിക്ക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും അതിൻ്റെ അവസാനത്തെ സീലടിക്കലായിട്ട്, ആണിയടിക്കലായിട്ട് യുദ്ധം നടത്തുകയാണ്. അപ്പോൾ പറയുകയാണ് നിങ്ങളുടെ 30 ദിവസം എണ്ണ വിൽക്കാം എന്ന്. കാരണം അമേരിക്ക ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്തം ലോകം അനുഭവിക്കുകയും ലോകം അമേരിക്കയുടെ മൂവ്മെൻറ്റുകൾക്ക് എതിരാവുകയും ചെയ്യുന്നു എന്നൊരു പ്രശ്നം അമേരിക്ക അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് വി ആർ വൈൻഡിങ് ഡൗൺ അവർ ഗ്രേറ്റ് മിലിറ്ററി എഫേർട്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാൻ സമയമായി, വി ആർ വെരി ക്ലോസ് ടു ദ ലക്ഷ്യത്തിൽ, ഗോൾസിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതിനർത്ഥം ഇത് നിർത്താൻ സമയമായി എന്ന് ട്രംപ് വിചാരിക്കുന്നു. കാരണം ട്രംപിന് ഇത് കഴിഞ്ഞാൽ മിഡ് ടൈം ഇലക്ഷനുണ്ട്. മോദിക്ക് ഇവിടെ ബംഗാളിലും കേരളത്തിലും അസമിലെല്ലാം ഇലക്ഷൻ കിടക്കുന്നു. ചെറിയ പരിപാടിയല്ല, ഇത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്. ഇന്ത്യ ഓൾറെഡി പ്രീമിയത്തിന് വില കൂട്ടി കഴിഞ്ഞു. നോർമൽ പെട്രോളിന് വില കൂട്ടേണ്ട അടിയന്തരാവസ്ഥ ആരുടെ മുമ്പിലുണ്ട്? ഇന്ത്യയുടെ അടക്കമുള്ള രാജ്യങ്ങളുടെ മുമ്പിലുണ്ട്. ആ രാജ്യങ്ങളുടെ സമ്മർദ്ദം ചെറുതല്ല. ഇന്റേണലി അമേരിക്കക്കകത്ത് സമ്മർദ്ദമുണ്ട്. കാരണം എന്താണ്? നമ്മൾ കൊണ്ട് കളയുന്ന ടാക്സ് മണിയെക്കുറിച്ച് സമ്മർദ്ദമുണ്ട്. അവിടെ ഗ്യാസിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിലക്കയറ്റം എന്ന് പറയുന്ന സംഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പൗരന്മാർ, പട്ടാളക്കാർ കൊല്ലപ്പെടുന്ന പ്രശ്നമുണ്ട്. അമേരിക്കക്കാർക്ക് ഭയങ്കര ഹൃദയവൈകാരികത പ്രശ്നമാണിത്. കാരണം വിയറ്റ്നാമിൽ കൊണ്ടുപോയി കൊന്നു കളഞ്ഞത് 60,000-ഓളം അമേരിക്കൻ പട്ടാളക്കാരെയാണ്. ഇറാഖിൽ ഇൻവേഷൻ നടത്തി എന്തിനാണെന്ന ചോദ്യം ഇപ്പോഴും അമേരിക്കയിലുണ്ട്. മുൻ പ്രസിഡന്റുമാരുടെ വാർത്താ സമ്മേളനങ്ങളിൽ ആളുകൾ ക്ഷുഭിതരാവും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നുണ പറഞ്ഞു ഇറാഖ് ഭീകരതയുടെ അച്ചുതണ്ടാണെന്ന്, അവിടെ രാസായുധമുണ്ടെന്ന് നുണ പറഞ്ഞ് നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ടുപോയി കൊന്നില്ലെന്ന് ചോദിക്കുന്ന സൈനികൻ്റെ വീഡിയോ ഇപ്പോഴും വൈറലാണ്. 5000 പേരാണ് അവിടെ മരിച്ചത്, 3000 പേരാണ് അഫ്ഗാനിസ്ഥാനിൽ മരിച്ചത്. കൊറിയൻ യുദ്ധത്തിൽ അമേരിക്ക കൊണ്ട് കളഞ്ഞത് 30,000-ഓളം ആൾക്കാരെയാണ്. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അമേരിക്കയിലുണ്ട്. അവരാണ് മംതാനിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അവിടെ. അവിടുന്ന് ഈ പറഞ്ഞ ആളുകളുടെ ശവമഞ്ചങ്ങൾ ചെല്ലുമ്പോൾ അതുണ്ടാക്കുന്ന വൈകാരിക പ്രശ്നം, ഓൾറെഡി അമേരിക്ക അനുഭവിക്കുന്ന വലിയ കടബാധ്യത, അതുണ്ടാക്കിയിരിക്കുന്ന ഒരു അടച്ചിടൽ ഭീതി, വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, എങ്ങനെ അവസാനിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ അവിടെ നിൽക്കെ എണ്ണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു, ഗ്യാസിൻ്റെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. അത് പരിഹരിക്കാൻ അമേരിക്ക ആലോചിക്കുന്ന ഹോർമുസ് പിടിക്കാമെന്നാണ്. അത് സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അത് എന്തുകൊണ്ടാണ് സിമ്പിൾ അല്ലാത്തെന്ന് ചോദിച്ചാൽ, ഹോർമുസ് നമുക്ക് നിയന്ത്രണ വിധേയമാക്കണം, ഇറാൻ്റെ ഈ മുഷ്ക് അവസാനിപ്പിക്കണം, നിങ്ങളെല്ലാവരും കൂടി വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. നാറ്റോ പോയില്ലല്ലോ, നാറ്റോയിലെ രാജ്യങ്ങൾ പോയില്ല. മറ്റുള്ള ചൈനയെ വിളിച്ചു, ചൈന പോവില്ല. പക്ഷേ നാറ്റോ രാജ്യങ്ങൾ പോകണ്ടേ, ഞങ്ങൾ ആ റിസ്കിനില്ല എന്ന് പറഞ്ഞു. കാരണം ഇതൊരു 35 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലിടുക്കാണ്. അതിൽ കപ്പൽ പോകാൻ കഴിയുന്ന സിഗേഷ് ഒരു 4-5 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. അതുവഴി കപ്പൽ പോകും. ഈ ടാങ്കറുകൾ അവിടെ എന്ന് വെച്ചാൽ കിൽ ബോക്സ് എന്നാണ് അറിയുന്നത്, ഇറാൻ്റെ കിൽ ബോക്സ്. നിങ്ങൾ അതുവഴി കപ്പൽ കൊണ്ട് ഓടിക്കാൻ ശ്രമിച്ചാൽ കപ്പൽ മുക്കും, കപ്പൽ പൊട്ടിത്തെറിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഡെയിലി 130 to 240, 130, 240 കപ്പൽ പോയിക്കുന്ന ഒരു സ്ഥലത്തൂടെ 5 കപ്പലായി ഇപ്പോൾ മാക്സിമം പോകുന്നത്. ലോകത്ത് എന്താ ഉണ്ടാകുന്ന പ്രശ്നം? 20% ഓഫ് എണ്ണയും ഗ്യാസും പോകുന്ന സ്ഥലം ബ്ലോക്കായാൽ അവിടെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന് മാത്രമായാലും. ഇറാൻ ഈ യുദ്ധം നേരത്തെ കണക്കാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞേ മൊസൈക്ക് ഡിഫൻസ് സ്ട്രാറ്റജി എടുത്തുനിന്ന് അതിൽ ഹോർമുസ് ഒരു പ്രധാന സംഗതിയാണ്. അവിടെ മൈനുകൾ പാകിയിരിക്കുന്നു, ടോർപിഡോസ് പാകിയിരിക്കുന്നു. നിങ്ങൾ അതുവഴി ഈ കപ്പൽ ഓടിക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കപ്പെടുമെന്ന് മറ്റ് രാജ്യങ്ങൾ ആ റിസ്ക് മനസ്സിലാക്കുകയാണ്. അമേരിക്ക നാറ്റോ രാജ്യങ്ങളുമായി ചേർന്നൊരു പദ്ധതി ആലോചിച്ചു, നമുക്കിതിനെല്ലാം എസ്കോട്ട് ചെയ്യാം ഈ ടാങ്കറുകളെ. അപ്പോൾ എല്ലാവരും കൂടി എത്തിച്ചേർന്ന നിഗമനം, ആകെ ഉണ്ടായിരുന്ന പഴയ സ്റ്റാറ്റസ് എന്തായിരുന്നു അതിൻ്റെ 10% അച്ചീവ് ചെയ്യാൻ പറ്റില്ല.
എക്സ്കോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും 100 കപ്പൽ എന്നുള്ളത് നിങ്ങൾക്ക് മാക്സിമം 10 കപ്പൽ ഓടിക്കാൻ പറ്റുമായിരിക്കും, ബാക്കി ഓടിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. സോ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇറാൻ അതിൻ്റെ വജ്രായുധം എടുത്ത് പ്രയോഗിച്ചു, അതാണ് ഹോർമൂസ്. ആ ഹോർമൂസ് എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് റിസഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നു. ലോകത്താകമാനമുള്ള ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് അത് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇതുപോലെ ഒരു തീക്കളി കളിക്കുമ്പോൾ അതിന് ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രശ്നം, ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം എന്നിവ അവിടെ കിടക്കുന്നു, വൈകാരിക പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു എന്നതാണ്. ഈ യുദ്ധം നമ്മൾ ഇസ്രായേലിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന പൊതുവികാരം അമേരിക്കയിൽ കൂടുകയാണ്. സോ ഈ സ്പെൻഡിങ് ഭയങ്കര പ്രശ്നമാണ്. $200 ബില്യൺ എന്താ ഇത് വെച്ച് പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ് അമേരിക്കൻ കോൺഗ്രസ്സിൽ. ഈ പൈസ നമ്മൾ എന്തിനുകൊണ്ട് തുലയ്ക്കണം എന്ന ചോദ്യം അതിനകത്തെ ആൾക്കാർ, പൊളിറ്റീഷ്യൻസ് ചോദിക്കുന്നു. ട്രംപ് ഇതിൽ കുടുങ്ങിയിട്ടാണുള്ളതെന്നാണ് നമ്മൾ സാധാരണയിലേക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും അമേരിക്ക ലോകത്തെ ഒരു സൂപ്പർ പവർ കൺട്രി, ഇറാൻ ഇത്രയുള്ള രാജ്യം, ഒരു യുദ്ധം ഉണ്ടായാൽ 3 ദിവസം കൊണ്ട് അമേരിക്ക ഇറാനെ തീർക്കില്ല എന്നാണ് നോർമലി ലോജിക്കിൽ നമുക്ക് തോന്നുന്നത്. അല്ല, എല്ലാവരും വിചാരിക്കും ഇവന്മാരുടെ ഇറാന് വേണ്ടിയുള്ള കരച്ചിൽ, ഈ യുദ്ധത്തിൽ അമേരിക്ക അവിടെ കിടക്കുന്നു, ഇസ്രായേൽ അവിടെ കിടക്കുന്നു, ഇറാൻ അവിടെ കിടക്കുന്നു, ഇറാൻ തീരും. അങ്ങനെ ഏകപക്ഷീയമായി അടിച്ച് തീർക്കുന്ന പണ്ട് ജപ്പാനിൽ അനുഭവപ്പെട്ട് തീർത്ത പോലുള്ള യുദ്ധങ്ങളുടെ കാലം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ യുദ്ധം എന്ന് പറയുന്നത് കേവലമായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സംഗതിയിലെടുത്ത് ഇടുന്നത് മാത്രമല്ല. അങ്ങനെ ഇട്ട് നിങ്ങൾക്കൊരു യുദ്ധത്തിലും നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റില്ല, ജയിക്കാൻ കഴിയില്ല. യുദ്ധത്തെക്കുറിച്ച് വന്നാൽ അത് ബഹുശാഖിയായ ഒരു സംഗതിയാണ്. അതിന് ഇക്കണോമിക് ആയിട്ടുള്ള സംഗതികളുണ്ട്, അതിന് ഈ റീജിയണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതുണ്ട്, ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പലതരം സംഗതികളുടെ ഒരു സമ്മിശ്ര പരിപാടിയാണ് യുദ്ധം. അതിനെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം. അതായത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, നിങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വീകാര്യത, നിങ്ങളുടെ കൂടെ ഇന്ന് ആരുണ്ട്, നാളെ ആരൊക്കെ ഉണ്ടാവും, ഇന്നലെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം യുദ്ധത്തിലെ ഘടകമാണ്. അമേരിക്ക ആ നിലയ്ക്ക് ഒറ്റപ്പെടുകയാണ്. നീ ഒന്നും വന്നില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാന്നൊക്കെ ട്രംപ് അവസാനം ദേഷ്യം പിടിച്ച് പറഞ്ഞു കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ, അമേരിക്കയുടെ കയ്യിൽ 100 അനുഭവമുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ജയിക്കുമെന്ന് വിചാരിക്കുന്ന വിവരപരിമിതരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജയിക്കാൻ പറ്റില്ല. അങ്ങനെ ജയിക്കണമെങ്കിൽ അമേരിക്ക, നമ്മൾ എപ്പോഴും പറയാറില്ല, അമേരിക്ക ഒരു നോട്ട് ജസ്റ്റ് എ കൺട്രി, അതൊരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിൻ്റെ തൂണുകൾ, പില്ലേഴ്സ്, അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗൾഫിലെ വൻകിട രാജ്യങ്ങളാണ്. അവരുടെ എല്ലാം പിന്തുണ നഷ്ടപ്പെടുകയാണ്. ആ രാജ്യങ്ങൾ തന്നെ ഫിനാൻഷ്യലി വലിയ ക്രൈസിസിലേക്ക് പോവുകയാണ്. അവരുടെ എണ്ണപ്പാടങ്ങളിലേക്ക് ഇവർ ബോംബെടുത്തുകയാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അമേരിക്ക എന്നുള്ള സാമ്രാജ്യമില്ല, അത് ജസ്റ്റ് ഒരു കൺട്രി മാത്രമാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അവരുടെ ലോകത്തെല്ലായിടത്തുമുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇത് കംപ്ലീറ്റ് ഈ റീജിയനിലെ എണ്ണ വ്യാപാരം എല്ലാം ഞങ്ങളുടെ അടുത്ത് നടക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് അമേരിക്ക വിചാരിച്ചതിന് അപ്പുറത്തേക്ക് കാര്യം പോകുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവർ വിചാരിക്കുന്ന പരമാവധി 2000 കിലോമീറ്ററാണ് ഇവന്മാരുടെ മിസൈലിൻ്റെ റേഞ്ച് എന്നാണ്. 4000 കിലോമീറ്ററുള്ള മിസൈൽ എടുത്തിട്ടിരിക്കുകയാണ്. ഈ സെജ്ജിൽ പോലുള്ള മിസൈലൊന്നും ഇപ്പോഴും ഈ GCCയിൽ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കുറേ പട്ടാളക്കാരായിട്ട് ഹോർമുസിൽ വന്നിറങ്ങാനുള്ള തീരുമാനത്തിന് പോലും ആരുടെയും പിന്തുണയില്ലാത്തത്. അപ്പോൾ അവിടെ ആ ടെറൈൻ ഇറാന് മാത്രം അറിയാവുന്ന ഒന്നാണ്. അങ്ങനെ ചെന്ന് ഇറങ്ങി കൊടുത്തപ്പോഴാണ് വിയറ്റ്നാമിൽ 60,000 പേര് മരിച്ചത്. അങ്ങനെ ചെന്ന് ഇറങ്ങി കൊടുത്തപ്പോഴാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കൊറിയൻ വാറിലുമെല്ലാം അമേരിക്കയ്ക്ക് ആയിരക്കണക്കിന് പട്ടാളക്കാരെ നഷ്ടപ്പെട്ടത്. അതിന് വീണ്ടും ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കുമ്പോൾ ആരും അതിന് തയ്യാറല്ല. കാരണം അറിയാമോ, ഇതിൻ്റെ കോസ് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഫോർ വാട്ട്? ഇറാൻ എന്ത് ത്രട്ടുണ്ട് ചെയ്തു? ഇറാൻ്റെ ഏതെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളെ കൊന്നു, കോൺസുലേറ്റ് ആക്രമിച്ചു. അപ്പോഴൊന്നും ഇറാൻ പ്രതികരിക്കാതിരുന്ന ഒരു സന്ദർഭമുണ്ട്, നമുക്ക് ഓർമ്മയില്ലേ? ഇറാൻ പരമാവധി സംയമനത്തിൻ്റെ പാത എടുത്തു. നിങ്ങൾ എന്തിനാണ് ഇറാനെ ആക്രമിക്കുന്നത്? ലോകത്ത് എല്ലാവർക്കും അറിയാം. ഇറാൻ തന്നെയും വന്ന ഒബാമയുടെ കാലത്ത് എഴുതി ഒപ്പിട്ട് കൊടുത്തു, ഞങ്ങൾ അനുഭവം ഉണ്ടാക്കുന്നില്ല എന്ന്. ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം, ആയുധ രൂപീകരണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തില്ലേ, പൂർണ്ണമായും പിൻവാങ്ങുമെന്ന്. ട്രംപ് വന്നിട്ട് അതുകൊണ്ട് ക്യാൻസലായി കളഞ്ഞു. അങ്ങനല്ല, വേറെ കരാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ ലോകത്തിനറിയാം ഒരു കാരണവുമില്ലാതെ നടത്തുന്ന യുദ്ധം കേവലമായിട്ടുള്ള ഇസ്രായേൽ താല്പര്യമാണ്. അതിന് നമ്മുടെ പൗരന്മാരെയും നമ്മുടെ പണവും കൊടുക്കേണ്ട കാര്യമില്ല, ലോകത്തെ നമ്മൾ ഡീസ്റ്റെബിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ അമേരിക്ക കുടുങ്ങിയിട്ടാണുള്ളത്. ഞാൻ വിചാരിക്കുന്ന 1-2 ആഴ്ച മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ യുദ്ധം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച് ട്രംപിനെ പിൻവാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളടക്കം അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. അത് ഭയങ്കരമായ ക്രൈസിസിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇന്ത്യ ഇറാനും തമ്മിൽ സംസാരിച്ച് ഹോർമുസിലൂടെ നമ്മുടെ കപ്പൽ 3 കടത്തിവിടാൻ തീരുമാനിച്ചു. നല്ല കാര്യമാണ്. പക്ഷേ ഹോർമുസിലേക്ക് മറീൻസ് വന്നിറങ്ങുകയും അവിടെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ കൊടിയ യുദ്ധമായിട്ട് അത് മാറും. അങ്ങനെ മാറിയാൽ ആരുടെയും കപ്പൽ വരില്ല. അങ്ങനെ വരാതിരുന്നാൽ നമ്മളൊക്കെ അതിൻ്റെ ഇരകളായിട്ട് മാറും. അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് കൈയടിക്കാനുള്ള യുദ്ധമല്ല, ഇതൊരു വീഡിയോ ഗെയിം അല്ല, ഇത് ശരിക്കുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വന്ന് മിസൈൽ വീഴുന്നിടത്ത് ആളുകൾക്ക് മാത്രമുള്ളതല്ല, അല്ലാത്തവർക്കുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ലോകത്തെ മനുഷ്യന്മാർക്ക് ഇടപെടാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രത്യാശിക്കുന്നുള്ളൂ. അതെ, ഇറാനിൽ നിന്നും അമേരിക്കയും അതോടൊപ്പം തന്നെ നെതന്യാഹുവും തടിയുരുന്നൊരു കാഴ്ചയ്ക്കായിരിക്കാം ചിലപ്പോൾ വരുന്ന ആഴ്ച നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക.